70-ാമത്തെ പേജിൽ അബൂ ശാമ റഹിമഹുല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഫസ്ലുൻ ഫി ഫദ്ലി ശഹ്രി റജബ്. റജബ് മാസത്തിന്റെ മഹത്വത്തെ കുറിച്ച് വിവരിക്കുന്ന അധ്യായം. അഥവാ അള്ളാഹു വിശുദ്ധമായി പ്രഖ്യാപിച്ച യുദ്ധം ഹറാമാക്കിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. ആ ഒരു പവിത്രത റജബ് മാസത്തിൽ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതും സർവ്വ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്നതുമായ ഒരു വിഷയമാണ്. ഇതിനപ്പുറത്ത് നമുക്ക് സ്വീകാര്യയോഗ്യമായ പരമ്പരകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബത്തുൽ കിറാമോ പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്ഥിരപ്പെട്ടതല്ലാത്ത പല മഹത്വങ്ങളും റജബ് മാസത്തിന്റെ പേരിൽ അബൂ ശാമ റഹിമഹുല്ലാഹുവിന്റെ കാലത്ത് തന്നെ പലരും പ്രചരിപ്പിക്കുകയും അതിനെതിരെ ശക്തമായ രൂപത്തിൽ അതിന്റെ തെളിവുകളുടെ നിരർത്ഥകത വിവരിച്ചുകൊണ്ട് അബൂ ശാമ റഹിമഹുല്ല ഉദ്ധരിച്ച ഭാഗങ്ങളാണ് നാം അടുത്ത ക്ലാസ്സിലേക്ക് വായിക്കുന്നത്. ഷാമിലെ ഹദീസ് പണ്ഡിതനായിരുന്ന അഷെയ്ഖ് അൽ ഹാഫിദ് അബുൽ ഖാസിം അലി ഇബ്നു ഹസൻ എന്ന പണ്ഡിതൻ പലപ്പോഴും അദ്ദേഹം സംഘടിപ്പിക്കാറുള്ള ക്ലാസുകളുടെ ഭാഗമായി ഒരു ക്ലാസ് സംഘടിപ്പിച്ചു. അത് അദ്ദേഹത്തിന്റെ 406-ാമത്തെ ക്ലാസ് ആയിരുന്നു. വഖദ് സമീഅനാഹു മിൻ ഗൈരി വാഹിദിൻ. ആ ക്ലാസിനെ കുറിച്ച് പല ആളുകളിൽ നിന്നും നാം കേട്ടിട്ടുണ്ട്. മിമ്മൻ സമീഅഹു അലൈഹി, നേരിട്ട് തന്നെ കേട്ടവരിൽ നിന്ന്. ദക്റ ഫീഹി സലാസത അഹാദീസ്. ആ ക്ലാസ്സിൽ 3 ഹദീസുകൾ ഉദ്ധരിച്ചു റജബിന്റെ മഹത്വം അറിയിക്കുന്ന. കുല്ലുഹ മുങ്കറ. ഒരൊറ്റ ഹദീസും നമുക്ക് സ്വീകാര്യയോഗ്യമല്ല, നാം തള്ളേണ്ട, മാറ്റി നിർത്തേണ്ട ഹദീസുകളാകുന്നു. അഹദുഹ. അതിൽ ഒരു ഹദീസു സലാത്തുർ റഗായിബിൽ ലദീ ബയ്യന ഹാലഹു. നാം നേരത്തെ വിവരിച്ച സലാത്തുർ റഗായിബിന്റെ മഹത്വം വിവരിക്കുന്ന ഹദീസാണ്. വസാനി, രണ്ടാമത്തെ ഹദീസു സഅദത്ത് ബിൻ അബ്ദുർ റഖാദ് എന്ന വ്യക്തി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാല ഹദ്ദസനാ സിയാദ് ബിൻ നുമൈരി അൻ അനസ് ഖാല, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി സിയാദ് ബിൻ നുമൈരി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഅദത്ത് ബിൻ അബ്ദുർ റഖാദ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്താണ് അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം ഉദ്ധരിച്ചത്? ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റജബ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. ഈ പ്രാർത്ഥന നബിതങ്ങൾ റജബ് മാസമായാൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സിയാദ് ബിൻ നുമൈരി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സഅദത്ത് ബിൻ അബ്ദുർ റഖാദ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഖാലൽ ഹാഫിദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഈ ഹദീസ് തഫറദ ബിഹി സഅദ അൻ സിയാദ് ബിൻ മൈമൂൻ അൽ ബസ്രി അൻ അനസ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് സിയാദ് ബിൻ മൈമൂൻ എന്ന ആൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് സഅദത്ത് മാത്രം ഉദ്ധരിച്ച ഒരു ഒറ്റപ്പെട്ട ഹദീസാണ്. അപ്പോൾ അബൂ ശാമ റഹിമഹുല്ലാഹ് ഇതിനെക്കുറിച്ച് പറയുന്നു, ഖാലൽ ഹാഫിദ് അബൂ അബ്ദുൽ റഹ്മാൻ നസായി. അബൂ അബ്ദുർ റഹ്മാൻ നസായി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സഅദത്ത് ബിൻ അബ്ദുർ റഖാദ് അബൂ മുആദ് മുൻകറുൽ ഹദീസ്, അയാളെ ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത വ്യക്തിയാണ്. സിയാദ് ബിൻ മൈമൂൻ അബൂ അമ്മാർ, അയാള് ഹദീസ് ഉദ്ധരിച്ച സിയാദ് ബിൻ മൈമൂൻ എന്ന് പറയുന്ന ആള് മത്റൂഖുൽ ഹദീസ്, അദ്ദേഹത്തിന്റെ ഹദീസുകളൊന്നും നാം സ്വീകരിക്കാൻ പാടില്ലാത്ത വ്യക്തിയാണ്. ഖാല അബൂ അബ്ദുല്ലാഹിൽ ബുഖാരി അൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സിയാദ് ബിൻ മൈമൂൻ അബൂ അമ്മാർ അൽ ബസ്രി സാഹിബുൽ ഫാഖിഹ് അനസ് അൽ ഫാഖിഹ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ സിയാദ് ബിൻ മൈമൂൻ എന്ന് പറയുന്ന വ്യക്തി അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ തറക്കുഹു, ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ തള്ളിക്കളഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ നാടുകളിലുള്ള ചില മുറിമല്ലമാർ വലിയ പുണ്യകർമ്മമായി റജബ് മാസമായാൽ നിസ്കാര ശേഷവും അല്ലാത്തപ്പോഴുമൊക്കെ പ്രത്യേകിച്ച് ദുആ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ദുആ ചെയ്യൽ സുന്നത്താണെന്ന് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുആ ആണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമളാൻ. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിത ലോകത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം നസായി റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ഇത് ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസല്ല, വളരെ മോശമായ മുങ്കറായ ഹദീസുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഹിജ്റ 665 വഫാത്തായ അബൂ ശാമ റഹിമഹുല്ലാഹ് അവിടെ അൽബാഇസ് അലാ ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നു. അപ്പോൾ ചില വിവരമില്ലാത്ത ആളുകൾ ഈ ഹദീസിനെ ഒക്കെ തള്ളിക്കളയാറുണ്ട് എന്ന് ഈ അടുത്ത് ഒരു മുറിമല്ലയുടെ പ്രസംഗം കേൾക്കാനിടയായി. ഈ മുറിമല്ലയുടെ ഭാഷയിൽ ഈ ഹദീസിനെ ഒക്കെ തള്ളുന്ന വിവരമില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ ആരൊക്കെ പെടുന്നു? ഹിജ്റ 665 ജീവിച്ച മഹാനായ അബൂ ശാമ റഹിമഹുല്ലാഹു ഉൾപ്പെടെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്, ഇമാം നസായി റഹിമഹുല്ലാഹ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഈ ഹദീസ് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞത്. ഈ മുറിമല്ലക്ക് അവർക്ക് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് എത്ര വലിയ മഹാന്മാരാണെങ്കിലും അവരൊക്കെ വിവരമില്ലാത്ത ആളുകളായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം ഇത്തരം മുറിമല്ലമാർക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് തന്നെയാണ് ഈ വിഷയത്തിലും അവരുടെ നിലപാട് എന്ന്
സാധാരണക്കാരായ ആളുകളും മുതാലിമികളും മനസ്സിലാക്കുന്നത് അവരവരുടെ ആഹ്റം രക്ഷപ്പെടുന്നതിനും ഇത്തരം മുറിമല്ലമാരുടെ പ്രസംഗങ്ങൾ കേട്ട് ദീനിലില്ലാത്ത പലതും കൊണ്ടു നടന്ന് ആഹ്റത്തിൽ വെച്ച് കൈകടിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും സഹായകരമാകുമെന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു. മറ്റ് ഹദീസുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ എന്ന പ്രാർത്ഥന ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ റജബ് മാസമായാൽ ദുആ ചെയ്യണമെന്ന് ശാഫിഈ മദ്ഹബിലെ ഹിജ്റ 900 മുമ്പ് ജനിച്ച പണ്ഡിതന്മാരാരും തന്നെ രചിച്ച ആധികാരിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്തത് ഈ ഹദീസ് തെളിവ് കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ നിർവാഹമില്ല എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വിശ്വാസയോഗ്യമായ സനദുകളിലൂടെ സ്ഥിരപ്പെടാത്ത വിഷയങ്ങൾ നാം സുന്നത്താണ് എന്ന് പറയുകയോ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നതിന് തുല്യമാണ്. മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനൻ നാരി എന്ന ഹദീസിന്റെ പരിധിയിൽ അത്തരം ആളുകളും പെടും എന്ന് നേരത്തെ അൽബായിസിന്റെ മറ്റു ക്ലാസുകളിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന സുന്നത്താണെന്ന് പറയാനോ സുന്നത്താണെന്ന് സമൂഹത്തിന് ധാരണയുണ്ടാകുന്ന രൂപത്തിൽ നാം നിർവഹിക്കാനോ പാടില്ല എന്നത് പണ്ഡിത ലോകത്തെ സ്ഥിരപ്പെട്ട വിഷയമാണെന്നിരിക്കെ സമൂഹത്തിനിടയിൽ നേതൃസ്ഥാനം നിലനിർത്താനും സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ആർഭാട ജീവിതം നയിക്കാനുള്ള വകുപ്പ് കണ്ടെത്താനും ഉദ്ദേശിക്കുന്ന മുറി വൈദ്യന്മാരായ പണ്ഡിത വേഷധാരികൾ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ വലിയ ചർച്ചയാക്കി ഇതൊക്കെ നാം കൊണ്ടു നടക്കേണ്ട സുന്നത്താണെന്ന് ധരിപ്പിക്കുന്നതിനെ നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ പരലോകം നാം രക്ഷപ്പെടുത്തുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെയെല്ലാം സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി മുറിമല്ലമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബറക്കത്തിന് വേണ്ടി നമുക്ക് എപ്പോഴും ദുആ ചെയ്തുകൂടെ, ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തുകൂടെ എന്ന്. ആ ചോദ്യം നമുക്ക് നേരത്തെ പല പ്രാവശ്യം നാം പറഞ്ഞതുപോലെ എല്ലാ രാത്രിയിലും നമുക്ക് നിസ്കരിച്ചുകൂടെ, ശഅബാൻ 15 രാത്രിയിൽ എന്റെ ആ കൂട്ടത്തിൽപ്പെടുത്തി നിസ്കരിച്ചുകൂടെ എന്ന് ചോദിച്ചവരോട് നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി ആ നിലക്ക് ചെയ്യുമ്പോഴും സമൂഹത്തിന് തെറ്റിദ്ധാരണയുണ്ടാകുന്ന രൂപത്തിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. അതുപോലെ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തും ഓതാൻ പറ്റുന്നത് പോലെ അഖീഖ അറുക്കുന്ന ദിവസം സൂറത്തുൽ അൻആം ഓതുന്നതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് എന്താണോ ഫുഖഹാന്റെ മറുപടി അതേ മറുപടി തന്നെയാണ് ഈ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഏത് സമയവും ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യാം, ബറക്കത്തിന് വേണ്ടി റജബിലും ശഅബാനിലും മുഹറത്തിലും സഫറിലും തുടങ്ങി എല്ലാ മാസത്തിലും ബറക്കത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. എന്തുകൊണ്ട് അവിടെയൊന്നും ദുആ ചെയ്യാതെ റജബിലും ശഅബാനിലും മാത്രം ഒരു ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും അത് പ്രത്യേക സുന്നത്തുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് സമൂഹം ധരിക്കും എന്ന വസ്തുത മൂടി വെച്ചുകൊണ്ടാണ് പുരോഹിത വർഗം ഇത്തരം ചോദ്യങ്ങൾ കുഞ്ഞാടുകളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് എന്നതും നാം തിരിച്ചറിയുക.